കുടുംബത്തിന്റെ മുഴുവൻ ആസ്തികളും രണ്ടായി വീതം വെച്ച് ഗോദ്റെജ് കുടുംബം 127 വർഷങ്ങൾക്ക് ശേഷമാണ് ഗൃഹോപകരണങ്ങളുടെ നിർമ്മാണത്തിലും റിയൽ എസ്റ്റേറ്റ് മേഖലകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം വിഭജിക്കപ്പെടുന്നത്. ഗോദ്റെജ് ഇൻഡസ്ട്രീസിന് കീഴിലുള്ള 5ഓളം സ്ഥാപനങ്ങളുടെ ചുമതല ഇനി ആദി ഗോദ്റെജും സഹോദരൻ നാദിറും വഹിക്കും. മുംബൈയിലെ ഭൂമിയും ഗോദ്റെജ് ആൻഡ് ബോയ്സും അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന് ബന്ധുക്കളായ ജംഷിദും സ്മിതയും മേൽനോട്ടം വഹിക്കും. ഗോദ്റെജ് കമ്പനികളുടെ ഓഹരി ഉടമകളുടെ ഉടമസ്ഥാവകാശം പുനഃക്രമീകരിക്കുന്നതിനായാണ് വിഭജനം നടത്തിയതെന്ന് കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗോദ്റെജ് കുടുംബാംഗങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ യോജിപ്പ് നിലനിർത്തുന്നതിനും ഉടമസ്ഥാവകാശം മികച്ച രീതിയിൽ വിന്യസിക്കുന്നതിനുമായാണ് പുനഃക്രമീകരണം നടത്തുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു. കമ്പനിയുടെ പ്രവർത്തനക്ഷമതയും വേഗതയും വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഒപ്പം ഓഹരി ഉടമകൾക്കും മറ്റു പങ്കാളികൾക്കും ദീർഘകാല പ്രവർത്തനത്തിനുമുള്ള വഴിയാണിതെന്നും പ്രസ്താവനയിൽ കമ്പനി സൂചിപ്പിച്ചു. കൂടാതെ 2 ഗ്രൂപ്പുകളും ഗോദ്റെജ് ബ്രാൻഡ് ഉപയോഗിക്കുന്നത് തുടരുകയും ഒപ്പം അവരുടെ കുടുംബ പൈതൃകം വളർത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും പ്രതിജ്ഞാബദ്ധരായിരിക്കുകയും ചെയ്യുമെന്നും കമ്പനി വ്യക്തമാക്കി. ഫർണിച്ചർ, IT സോഫ്റ്റ്വെയർ തുടങ്ങി എയ്റോസ്പേസ് ആൻഡ് ഏവിയേഷൻ മുതൽ പ്രതിരോധ രംഗം വരെ വ്യാപിച്ചു കിടക്കുന്ന ഗോദ്റെജ് ആൻഡ് ബോയ്സും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും അടങ്ങുന്ന ഗോദ്റെജ് എന്റർപ്രൈസസ് ഗ്രൂപ്പിനെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ ജംഷിദ് ഗോദ്റെജ് നിയന്ത്രിക്കും. അദ്ദേഹത്തിന്റെ സഹോദരി സ്മിതയുടെ മകൾ നൈരിക ഹോൾക്കർ എക്സിക്യൂട്ടീവ് കമ്പനിയുടെ ഡയറക്ടറായി ചുമതലയേൽക്കും. മുംബൈയിലെ 3400 ഏക്കർ സ്ഥലം ഉൾപ്പെടെയുള്ളവയുടെ നിയന്ത്രണവും ഇവരുടെ കുടുംബത്തിനായിരിക്കും. ഗോദ്റെജ് ഇൻഡസ്ട്രീസ്, ഗോദ്റെജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗോദ്റെജ് പ്രോപ്പർട്ടീസ്, ഗോദ്റെജ് അഗ്രോവെറ്റ്, ആസ്റ്റക് ലൈഫ് സയൻസസ് എന്നിവയുടെ ചെയർപേഴ്സൺ നാദിർ ഗോദ്റെജ് ആയിരിക്കും. ആദിയും നാദിറും അവരുടെ അടുത്ത കുടുംബാംഗങ്ങളുമായിരിക്കും സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുക. ആദിയുടെ മകൻ പിറോസ് ഷാ ഗോദ്റെജ് ഗോദ്റെജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുമെന്നും നാദിറിന്റെ പിൻഗാമിയായി 2026 ഓഗസ്റ്റിൽ ചെയർപേഴ്സൺ ആകുമെന്നും കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അഭിഭാഷകനും സംരംഭകനുമായ അർദേഷിർ ഗോദ്റെജും സഹോദരനും 1897 ഹാൻഡ് ഫാഷൻ മെഡിക്കൽ ഉപകരണങ്ങളുടെ ബിസിനസ്സാണ് ആദ്യം തുടങ്ങിയതെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇരുവരും പൂട്ടുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. അർദേഷിറിന് കുട്ടികളില്ലാതിരുന്നതിനാൽ ഇളയ സഹോദരനായ പിറോസ് ഷാ അർദേഷിന് ശേഷം ഗ്രൂപ്പിന്റെ അവകാശിയായി. പിറോസ് ഷായ്ക്ക് സൊറാബ്, ദോസ, ബർജോർ, നേവൽ എന്നിങ്ങനെ 4 മക്കളുണ്ടായിരുന്നു. സൊറാബിന് മക്കൾ ഇല്ലാതെ വരികയും ദോസയ്ക്കൊരു മകൻ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ കാലക്രമേണ കമ്പനിയുടെ ചുമതല ബുർജോറിന്റെയും മക്കളായ ആദിക്കും നാദിറിനുമൊപ്പം നേവലിന്റെ മക്കളായ ജംഷിദിനും സ്മിതയ്ക്കും ലഭിച്ചു. വിഭജനത്തിന് മുന്നോടിയായി ആദിയും നാദിർ ഗോദ്റെജും ഗോദ്റെജ് ആൻഡ് ബോയ്സ് ബോർഡിൽ നിന്നും ഒപ്പം ജംഷിദ് ഗോദ്റെജ്, GCPL, ഗോദ്റെജ് പ്രോപ്പർട്ടീസ് എന്നിവയുടെ ബോർഡുകളിൽ നിന്നും രാജിവെച്ചു. ആദിയും നാദിർ ഗോദ്റെജും ഗോദ്റെജ് ആൻഡ് ബോയ്സിലെ തങ്ങളുടെ ഓഹരികൾ മറ്റു ബ്രാഞ്ചിലേക്ക് മാറ്റുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജംഷിദ് ഗോദ്റെജും കുടുംബവും ഗോദ്റെജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗോദ്റെജ് പ്രോപ്പർട്ടീസ് എന്നിവ ആദിക്കും നാദിറിനും കൈമാറും. കോടികളുടെ മൂല്യമുള്ള മുംബൈയിലെ ഭൂമി ഗോദ്റെജ് ആൻഡ് ബോയ്സിന് കീഴിൽ തുടരും. കൂടാതെ ഇതിന്റെ ഉടമസ്ഥാവകാശം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക കരാറുമുണ്ടാക്കും. വിക്രോളിയിലെ 3000 ഏക്കർ ഉൾപ്പെടെ മുംബൈയിൽ 3400 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥതയുണ്ട്. 1941-42 മുംബൈ ഹൈക്കോടതി മുഖാന്തരം പിറോസ് ഷാ പൊതുലേലത്തിലാണ് വിക്രോളിയിലെ ഭൂമി വാങ്ങിയത്. 1830കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഫ്രംജി ബനാർജി എന്ന പാഴ്സി വ്യാപാരി വാങ്ങിയ സ്ഥലമായിരുന്നു ഇത്. കണക്കുകൾ പ്രകാരം വിക്രോളിയിലെ ഭൂമിക്ക് 1 ലക്ഷം കോടി രൂപയുടെ വികസന സാധ്യതയുണ്ട്. ഇതിന് ഏകദേശം 1000 ഏക്കർ വികസിപ്പിക്കാൻ കഴിയും. അതേസമയം 1750 ഏക്കർ ഭൂമി കണ്ടൽക്കാടുകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഇവിടം അപൂർവ സസ്യങ്ങളുടെയും പക്ഷികളുടെയും ആവാസ മേഖലയുമാണ്. നിലവിൽ ആദി ഗോദ്റെജ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ നാദിർ ഗോദ്റെജ് ഇൻഡസ്ട്രീസിന്റെയും ഗോദ്റെജ് അഗ്രോവെറ്റിന്റെയും ചെയർമാനും ജംഷിദ് ഗോദ്റെജ് ആൻഡ് ബോയ്സ് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ചെയർമാനുമാണ്. അദ്ദേഹത്തിന്റെ സഹോദരിമാരായ സ്മിത കൃഷ്ണയ്ക്കും റിഷാദ് ഗോദ്റെജിനും ഗോദ്റെജ് ആൻഡ് ബോയ്സിൽ ഓഹരിയുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം വേർപെടുത്താനായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ജംഷിദ് നിക്ഷേപ ബാങ്കറായ നിമേഷ് കബാനിയെയും
അഭിഭാഷകനായ സിയ മോഡിയെയും നിയമിച്ചത്. കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനായ ഉദയ് കോട്ടക്കും നിയമസ്ഥാപനമായ സിറിൽ അമർചന്ദ് മംഗൾദാസിന്റെ സ്ഥാപകനായ സിറിൽ ഷ്രോഫുമായിരുന്നു ആദിയുടെ സഹായികൾ. ബന്ധപ്പെട്ട റെഗുലേറ്ററുകളിൽ നിന്നും അനുമതി ലഭിച്ചതിന് ശേഷം ഉടമസ്ഥാവകാശ പുനഃക്രമീകരണം നടപ്പാക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. 1897 മുതൽ ഗോദ്രജ് ആൻഡ് ബോയ്സ് എല്ലായ്പ്പോഴും രാഷ്ട്രപുരോഗതി എന്ന വലിയ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നുവെന്നും കുടുംബത്തിലെ പുതിയ മാറ്റങ്ങളുടെ സങ്കീർണതകൾ കുറച്ച് മുന്നോട്ടു പോകാനും ഉപഭോക്തൃ കേന്ദ്രീകൃതമായി ഹൈടെക് എഞ്ചിനീയറിംഗിൽ ഉൾപ്പെടെ പുതിയ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തങ്ങൾക്ക് കഴിയുമെന്നും ജംഷിദ് ഗോദ്രജ് പറയുന്നു. ഇന്ത്യയ്ക്കൊരു വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിന് 1897 ഗോദ്രജ് സ്ഥാപിതമായതെന്നും പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും മൂല്യത്തിലും അടിയുറച്ച കമ്പനിയുടെ നിലനിൽപ്പ് 125 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ആരാണെന്നതിന്റെ വെളിപ്പെടുത്തലാണെന്നും ഈ പൈതൃകം ശ്രദ്ധയോടെ ദൃഢമായി കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നാദിർ ഗോദ്രജും അഭിപ്രായപ്പെട്ടു.